വായനയും അക്ഷരങ്ങളെയും സ്നേഹിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ വളരെ എന്താ പറയുക, പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ആണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. കാരണം ആ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത കുളിർമയും സന്തോഷവും എല്ലാം നമ്മളറിയാതെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഈ നാട്ടുകാരനാണെങ്കിലും ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത്. അത് പറയുന്നതിൽ ദുഃഖമുണ്ട് എങ്കിൽ പോലും, കാരണം ഇന്ത്യക്ക് പുറത്തൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നാടിൻ്റെ ഒരു മൂല കാണാൻ ഇത്ര വൈകി പോയല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കണില്ല, വരാൻ കഴിയാതെ. വായനയെക്കുറിച്ച് ഉള്ള അതിനെക്കുറിച്ച് ഗ്രന്ഥശാലയെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഈ ഒരു ദിനത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് ചിതറിയ ചിന്തകളുണ്ട്. വായനയെക്കുറിച്ച്, പുസ്തകങ്ങളെക്കുറിച്ച്, എഴുത്തുകാരെക്കുറിച്ച്, അവരെ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച്, അവർ തരണം ചെയ്ത പ്രശ്നങ്ങളെക്കുറിച്ച് ഇതെല്ലാം സാംശീകരിച്ച് വരുന്ന ഒരു കേന്ദ്രമാണ് ഇന്ന് വായനശാലകൾ, അല്ലെങ്കിൽ പുസ്തക കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ സരസ്വതി ക്ഷേത്രങ്ങൾ എന്നെല്ലാം നമ്മൾ പറയും. അപ്പോൾ എപ്പോഴും മനുഷ്യരാശിയെ സംബന്ധിച്ച് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ നിന്ന് വായന തുടങ്ങണം എന്നുള്ളത്. ഞാൻ ഒരു ഘട്ടത്തിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിന്ന് വായന തുടങ്ങണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ കാലത്ത് എത്തി നിൽക്കുമ്പോൾ, തീർത്തും എല്ലാം തിരിച്ചറിഞ്ഞു എന്നല്ല അർത്ഥം, ആ ഒരു കാലത്ത് എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആദ്യം അവനവൻ്റെ അകത്ത് നിന്ന് വായന തുടങ്ങണം എന്നുള്ളതാണ്. അതായത് നമ്മിൽ നിന്നൊരു വായന തുടങ്ങണം. ആരാണ് നമ്മൾ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ നടന്നു പോകുന്ന വഴികൾ, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ, ഇവരെല്ലാം നമ്മളുടെ പുസ്തകത്തിൻ്റെ താളുകളാണ്. ഒരിക്കലൊരു മഹാഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരും ചോദിച്ചു, ഗുരു, ലോകത്ത് യുദ്ധത്തിനെതിരെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഇതെല്ലാം കണ്ടൊരു വലിയ ലോകമാണിത്. പക്ഷെ ഇതെല്ലാം അക്ഷരരൂപത്തിൽ അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ മനുഷ്യരുടെ എല്ലാം കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഗുരു വീണ്ടും വീണ്ടും ലോകത്തിങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം ഇത്രയെല്ലാം പുസ്തകങ്ങളുണ്ടായിട്ടും മനുഷ്യൻ ഇത്രയെല്ലാം സംസ്കാരമുള്ളവരാണെന്ന് നമ്മൾ വാഴ്ത്തിയിട്ടും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ലോകത്തെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, ലോകത്തെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, പ്രകൃതി നഷ്ടപ്പെട്ടു പോകുന്നു എന്നെല്ലാം ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അതിന് ഗുരു പറഞ്ഞ ഒരു ഉത്തരം, അവരെല്ലാവരും വായിച്ചത് അച്ചടിച്ച പുസ്തകങ്ങളാണ്. എന്ന് മനുഷ്യൻ അച്ചടിക്കാത്ത പുസ്തകങ്ങൾ വായിക്കുന്നു, അന്ന് അവനിൽ മാറ്റമുണ്ടാവുകയും ലോകം നന്നാവുകയും ചെയ്യും എന്ന് ഗുരു പറഞ്ഞു എന്നാണ് ആ കഥ. ഈ കഥയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ഗുരു പറഞ്ഞു വായിക്കാത്ത പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരു മഹത്തായ, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് തന്ന, നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം തന്ന, നമുക്ക് കാതുകൾക്ക് ശ്രവണ സൗഭാഗ്യം തന്ന ഒരു വലിയ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും വായിക്കാനുമാണ് ആ ഗുരു ശിഷ്യന്മാരെ ഉപദേശിച്ചത്. ഇപ്പോൾ ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ നാടിനെ കാണാൻ ഞാൻ വൈകിപ്പോയിരുന്നു. അതൊരു കുറ്റബോധത്തോടെ തന്നെ പറഞ്ഞ കാര്യമാണ്, മനസ്സിൽ തട്ടി. കാരണം പലപ്പോഴും നമ്മുടെ കാൽച്ചുവട്ടിൽ നിൽക്കുന്ന മണ്ണ് ഏത് തരമാണെന്നും, നമ്മൾ കാണുന്ന മനുഷ്യൻ ഏത് തരമാണെന്നും, അവരുടെ ചിന്തകൾ എന്താണെന്നും, നമ്മുടെ മുമ്പിൽ ദയാവായ്പിന് വേണ്ടി കൈനീട്ടി വരുന്നവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ഒന്നും തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റമുണ്ടാക്കി ഒരു നല്ല സംസ്കാരം, അല്ലെങ്കിൽ ഒരു നല്ല കാഴ്ചപ്പാട്, നല്ലൊരു ജീവിത രീതി മനുഷ്യന് എപ്പോൾ കിട്ടുന്നോ അവിടെയാണ് മനുഷ്യ സംസ്കാരങ്ങൾ വളരാൻ തുടങ്ങുക. നമുക്കറിയാം, ഈ സംസ്കാരം എന്ന വാക്കിന് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അവനൊരു സംസ്കാരമില്ലാത്തവനാണ് എന്ന് പറയും. പക്ഷെ എന്താണ് ഈ സംസ്കാരം എന്നുള്ളത് അവൻ അറിഞ്ഞൂടാ. ശരിക്കും ഈ സംസ്കാരം എന്നുള്ള വാക്ക് ഒരു ഗ്രീക്ക് ലാറ്റിൻ വാക്കായ കൾച്ചുറ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ കൾച്ചർ എന്നുള്ള വാക്കുണ്ടായത് ഇംഗ്ലീഷിൽ. അപ്പം ഈ കൾച്ചർ എന്ന് പറയുന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം മണ്ണിൽ പണിയെടുക്കുന്നവെന്ന, അതായത് കർഷകൻ. അത് എത്ര ഒരു വിശാലമായ അർത്ഥമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സംസ്കാരം മാറിപ്പോയി. എവിടെയെല്ലാമാണ് മനുഷ്യനിൽ ഈ സംസ്കാരം എന്നുള്ള വാക്ക്
അതൊരാളുള്ള പെരുമാറ്റത്തിൽ മാത്രമാണോ, അല്ലെങ്കിൽ അവൻ നല്ലൊരു ഡ്രസ്സ് ധരിച്ച് പോകുന്നതിലാണോ? ഇതിലൊന്നിലുമല്ല ഒരു സംസ്കാരം എന്ന് പറയുന്നത്. കാരണം ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒരു മനുഷ്യനെ ഒതുക്കി നിർത്തുന്നതല്ല ഒരു പ്രത്യേകിച്ച് സംസ്കാരം എന്ന് പറയുന്നത്. കാരണം അവൻ കാണുന്ന വ്യക്തികളോട് അവൻ സംവദിക്കുമ്പോൾ, അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, അവൻ കാണുന്ന പ്രകൃതി അവൻ വിലയിരുത്തുമ്പോൾ, അവൻ ആ പ്രകൃതിയുമായി ഇടപെടലുകൾ നടത്തുമ്പോൾ, അവൻ്റെ ചുറ്റുമുള്ള പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ദയ വേണ്ടവരെ കാണുമ്പോൾ അവരോടുള്ള പെരുമാറ്റത്തിൽ ഇതിലെല്ലാം ഒളിച്ചു കിടക്കുന്ന ഒരു കോടിക്കണക്കിന് പുസ്തകങ്ങളുടെ താളുകളുണ്ടായാൽ പോലും എഴുതി വയ്ക്കാൻ പറ്റാത്ത അത്ര വിഷയങ്ങൾ നിറഞ്ഞ ഒരു കൂടിച്ചേർന്നൊരു കാര്യമാണ് ഈ സംസ്കാരം എന്ന് പറയണം നമ്മൾ. അല്ലാതെ ഒരു പ്രത്യേക കാര്യത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ട് പോകുന്നതല്ല. അവിടെ ആ ഒരു മഹത്തായ സംസ്കാരത്തിന് രാജ്യ അതിർത്തികളില്ല, അതിന് മനുഷ്യ മതിൽക്കെട്ടിൻ്റെയോ മതത്തിൻ്റെയോ വേലികളില്ല. അവന് പരസ്പരം സംവദിക്കുമ്പോഴുള്ളൊരു വലിയ സന്തോഷവും, അവൻ ആശയങ്ങൾ കൈമാറുമ്പോഴുള്ളൊരു സന്തോഷവും, മാനവരാശിയെ ഒന്നായി കാണാനുള്ള ഒരു വലിയ മനസ്സും എല്ലാം കൂടി ചേർന്നതായിരിക്കണം ആ സംസ്കാരം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പഴയ ഇന്ത്യ എല്ലാ കാര്യത്തിലും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു വലിയ സംസ്കാരം ഏറെക്കാലമായിട്ട് പടുത്തുയർത്തി എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ഒരു സംവേദനത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ വളർന്നു വന്നൊരു വലിയ സംസ്കാരമായിരുന്നു നമ്മളുടെ. പക്ഷെ കാലം ചെല്ലും തോറും അതിനൊക്കെ എവിടെയെല്ലാമോ ചില പോറലുകൾ ഏൽക്കുകയും നമ്മളെ ഓരോരുത്തരും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ കഥയുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം അവൻ അക്ഷരങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ദിവസം ഒരു 3-3.5 മണിക്കൂറെങ്കിലും വായിക്കുന്ന ആളാണ്. അതെനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ദിവസം 1-2 വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന ആളാണ്. കാരണം എൻ്റെ തൊഴിലില്ല, ഞാനൊരു പത്രപ്രവർത്തനമെന്നറിയാമല്ലോ. അപ്പോൾ അതെല്ലാം എഴുതുമ്പോൾ, ഒരു പുസ്തകം എഴുതുമ്പോൾ പോലും നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ വേണം. ഈയിടെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്യാൻ എൻ്റെ അടുക്ക വന്നപ്പോൾ അത് എഴുതിയ ആൾ എന്നോട് പറഞ്ഞു, ചെതല് സസ്യ ബുക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു വലിയ അധ്യാപകനും ഒരു പ്രൊഫസറും ഒക്കെയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചെതല് സസ്യ ബുക്കല്ല. പുള്ളി പറഞ്ഞു, അല്ല ചെതലല്ല, സോറി, അണ്ണാറക്കണ്ണൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അണ്ണാറക്കണ്ണൻ സസ്യ ബുക്കാണ്, അത് മാമ്പഴവും പഴങ്ങളും എല്ലാമാണ് തിന്നുന്നത്. ഞാൻ പറഞ്ഞല്ല, അണ്ണാറക്കണ്ണൻ സസ്യ ബുക്കല്ല. കാരണം ഏത് പുസ്തകത്തിൽ അങ്ങനെ എഴുതി വച്ചാലും അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാനത് കണ്ടുപഠിച്ചിട്ടുണ്ട്, അണ്ണാറക്കണ്ണൻ സസ്യബുക്കല്ല. എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന പോലെ പല്ലിയെയും പഴുതാരയെയും ഒന്നത് തിന്നുന്നല്ല പറയുന്നത്. കാരണം ഒരു അണ്ണാറക്കണ്ണനെ നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ജീവിയെക്കുറിച്ച്, അതിൻ്റെ ഒരു ജീവിത രീതിയെക്കുറിച്ച് കുറച്ചെങ്കിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. ആ മാവിൽ മുഴുവനും ചെതൽ വന്നിട്ട് ആ മാവിൻ്റെ തടി ഇങ്ങനെ കുറേശ്ശെ തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഈ അതിൻ്റെ ചില്ലകളിലൂടെ ഒരണ്ണാറക്കണ്ണൻ മാമ്പഴമെല്ലാം തിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം ഞാൻ ഏത് ജീവിയെ കണ്ടാലും വളരെ കൗതുകത്തോടെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരുടെ ഒരു ലോകം എത്ര വിശാലമായൊരു ലോകമാണ്. നമ്മൾ കാണാത്ത ഒരുപാട് ലോകങ്ങൾ കാണുന്നതാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരു ജീവലോകം. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചെതല്, നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ ഇതിങ്ങനെ ചെതല് പിടിച്ച് നിൽക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ അടത്തിക്കളയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അണ്ണാർക്കണ്ണൻ ഈ ചെതലിനെ എല്ലാം ഇങ്ങനെ അടത്തി താഴേക്ക് വരും. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു 3 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു കുട്ടിയല്ലല്ലോ അണ്ണാർക്കണ്ണൻ. അതെന്തിനായിരിക്കും ഇതിനെ ഇങ്ങനെ അടത്തി കളയുന്നത്, ആ ചെതൽപ്പുറ്റ് അടർത്തി താഴേക്ക് ഇറങ്ങി വരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. കാരണം അതിൻ്റെ ഉള്ളിൽ ആ കൂടുണ്ടാക്കിയ ചെതലുകളെല്ലാം തിന്നാനാണ് അണ്ണാർക്കണ്ണൻ അത് അടത്തിക്കളയണം, അല്ലാണ്ട് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനായിരിക്കും അത്? നമ്മുടെ പലപ്പോഴുള്ള അന്വേഷണങ്ങൾ ആ വഴിക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനായിരിക്കും അത് ഈ ചെതലിനെ പിടിച്ചു നിന്ന് ഇത്രയും വസ്തുവകളെല്ലാം, ആഹാര സാധനങ്ങളെല്ലാം ലോകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് അതിനെ മാത്രം കഴിക്കുന്നു എന്നുള്ള ആ ഒരു അന്വേഷണത്തിലാണ് പഴങ്ങളിലുള്ള പല പ്രോട്ടീനുകളും അണ്ണാർക്കണ്ണൻ്റെ ഒരു നിത്യജീവിതത്തിന് പര്യാപ്തമല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ജീവിക്ക് പ്രകൃതി കൊടുത്ത ഒരു അറിവ്, അല്ലെങ്കിൽ തലമുറകളെ കൈമാറിയ ഒരറിവ് കൊണ്ടാണ് ആ അണ്ണാർക്കണ്ണൻ ഈ ചെതലിനെ
ഇങ്ങനെ അടർത്തിക്കളയുകയും അതിനെ ആഹാരമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തെ, ഒരു ചെറിയ മത്സ്യത്തെ നിരീക്ഷിക്കുമ്പോൾ, ഒരു പറന്നു പോകുന്നൊരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ, ഇതെല്ലാം പ്രകൃതിയുടെ പല പല പാഠപുസ്തകങ്ങളാണ്. നമ്മൾ അച്ചടിച്ച പുസ്തകത്തെ വായിക്കുമ്പോൾ ഒരു പക്ഷി പറന്നു പോകുമ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു, ഈ പക്ഷി എന്താണ്, അതിന് ഈ പ്രകൃതിയിലുള്ളൊരു സാന്നിധ്യം എന്നെല്ലാം നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കറിയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. വളരെ ഓരോ ദിവസവും നമ്മൾ പുസ്തകത്തെക്കുറിച്ചും ഓരോ വിഷയത്തെക്കുറിച്ചും പഠിക്കുമ്പോഴാണ് ഒരു കാര്യത്തെക്കുറിച്ചും നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയൊരു രോമത്തെക്കുറിച്ച് പോലും ഒരു 0.1% പോലും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ തിരിച്ചറിവിലൂടെയാണ് എന്നെ സംബന്ധിച്ച് ഒരു വായന എപ്പോഴും ഒരു ആനന്ദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴോ ഇന്ന് അത്തരം ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. കാരണം ഇത് തിരിച്ചറിയാൻ അച്ചടിച്ച പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് പലതരത്തിലുള്ള മീഡിയകൾ നമുക്ക് ചുറ്റുമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് 24 കോടിയോളം പുസ്തകങ്ങൾ ഡിജിറ്റൽ ലൈബ്രറിയിൽ നമുക്ക് വായിക്കാൻ കിട്ടും. ആർക്കറിയാമത്? ഏതാണ്ട് 50ഓളം ഡിഗ്രികൾ നമുക്ക് വീട്ടിലിരുന്ന് എടുക്കാൻ പറ്റും. ആർക്കറിയാമത്? ഇതെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾക്ക് പോലും ഇതിനെ അറിയാൻ പറ്റില്ല എന്നുള്ള കാരണം സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ പോലും പ്രാപ്തരല്ലാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. രണ്ടാമത് പോകുമ്പോൾ ഡോക്ടർ പറയും, പഴയ ഫയലൊന്ന് എടുക്കൂ, നിങ്ങളുടെ ഫയൽ നോക്കട്ടെ. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ ഒരു പനി വന്നതിന് എന്തിനാണ് ഈ പഴയ ഒരു ഫയല് നമ്മൾ എടുക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ ഇരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്തായിരുന്നു നമ്മൾ ഇന്നലെ, എന്താണ് നമ്മൾ ഇന്ന്, നാളേക്ക് നമ്മൾ എന്താണ്, ഈ 3 കാര്യങ്ങളും ആശുപത്രിയിൽ ഒരു ഫയൽ എടുക്കുമ്പോൾ ഡോക്ടർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ എവിടെ തിരുത്തണം, എവിടെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഇത്തരം തിരുത്തലുകളുടെ നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വായനശാലയുടെയും പുസ്തകങ്ങളുടെയും ഒരു വലിയ എന്താ പറയുക ദൗത്യം എന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ സെക്രട്ടറി ആയിരുന്ന 10 വർഷത്തോളം സെക്രട്ടറി ആയിരുന്ന എൻ്റെ വായനശാലയിൽ ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ വരാമെന്ന് മേറ്റ മിസ്റ്റർ ബഷീർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തെ എനിക്ക് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ലോകപരിചയവും ഒരുപാട് രാജ്യങ്ങൾ കണ്ട ആളും ഒരു 900 ചില്ലാനും ജോലിക്കാരുടെ കമ്പനിയുടെ GM ആയ ഒരാളും ഒക്കെ ആയ ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും പല പുസ്തകങ്ങളെക്കുറിച്ച് ആദ്യം എനിക്ക് അറിവ് തരുന്നത് അദ്ദേഹമായിരുന്നു. അപ്പം ഞങ്ങളുടെ വായനശാലയിൽ അന്നൊരു പത്രപ്രവർത്തകനെ എനിക്ക് പരിചയപ്പെടാനിടയായി. അപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്ക് വായനശാലയിൽ നിന്നൊരു കയ്യെഴുത്ത് മാസിക തുടങ്ങണം, നമ്മുടെ നാടിനെല്ലാം ഒരു വെളിച്ചം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയണം. അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം, മലയാള ഭാഷ പോലും എന്താണെന്ന് അറിയില്ലാത്തൊരു കാലമാണത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു പത്രപ്രവർത്തകനാണ് വായിക്കാനുള്ള ആദ്യത്തെ ഒരു വഴി എനിക്ക് തുറന്നു തന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്രാമദീപം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കയ്യെഴുത്ത് മാസിക ഞങ്ങളുടെ വായനശാലയിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളത് വീടുകളിലെല്ലാം കൊണ്ടു കൊടുക്കും, അവരോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് ആ കയ്യെഴുത്ത് മാസിക ഇങ്ങനെ പോയി. പക്ഷേ ഞാൻ ഒരു പിൽക്കാലത്ത് ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് ഇപ്പോൾ അമൃതയിലും അതുപോലെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എന്നിലെ ആദ്യത്തെ പത്രപ്രവർത്തനം ഉണ്ടാക്കിയത് എൻ്റെ ഗ്രാമത്തിലെ വായനശാലയാണ്. അപ്പോൾ എനിക്ക് എവിടെ നിന്നും ഒരു വെളിച്ചം ആദ്യം കിട്ടിയത് എൻ്റെ വായനശാലയിൽ നിന്നാണ്. അപ്പം എൻ്റെ സുഹൃത്ത് അതുപോലെ തന്നെ, അദ്ദേഹം അന്ന് പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടാണ് വിദേശത്തേക്ക് പോയത്. അവിടെ പോയി ഡിഗ്രി എടുത്തു, വലിയ ഡിഗ്രികളൊക്കെ എടുത്തു. പക്ഷേ അദ്ദേഹം ഇന്നും ഏത് വേദിയിൽ, അവിടെ നിന്ന് ഒരുപാട് വേദികൾ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഇന്ന് അബുദാബിയിലെ കമ്പനിയിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആളാണ്, അവിടുത്തെ ഷെയ്ഖിൻ്റെ വലിയ ആളുമൊക്കെ. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ നാട്ടിൽ എന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വായനശാലയല്ലാതെ മറ്റൊന്നുമല്ല. കാരണം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇത്തരം അറിവുകളുള്ള ഒരുപാട് ആളുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാൻ ഒരു ദൈവത്തെ പോലെ പണ്ട് വായനശാല നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കും. എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനെല്ലാം ഉത്തരമായിട്ട്. അപ്പം ഞാൻ പറയുന്നത്, ഗ്രാമത്തിലൊരു വായനശാല ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള രക്ഷകർത്താക്കൾ, അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ആ വായനശാലയാണ് നാളത്തെ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് നമ്മിലേക്ക് തരിക എന്നുള്ള ഒരു ബോധം അവരിലുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെത്താനെ ഉണ്ടാകും. ഈ ചിറ ഇവിടെ കണ്ടപ്പോൾ, ഇപ്പം ഞാൻ ഈ ചിറ കണ്ടപ്പോൾ ഇപ്പോൾ മാഡത്തോട് പറയുമായിരുന്നു. കാരണം അതിനകത്ത് 2-3 ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കലും അത് പാടില്ല. ഇവിടെ ഒരിക്കലും അതിനകത്ത് ഒരു 10 ദിവസം അത്തരം വേസ്റ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ വരുന്ന ആളുകൾ
വരാൻ മടിക്കുന്നുള്ള. യൂറോപ്പിലെ എല്ലാം ചെല്ലുമ്പോൾ അവിടെ ഹോട്ടലുകളിലൊന്നും നമുക്ക് പല രാജ്യങ്ങളിലും കുടിക്കാൻ നമുക്ക് കുപ്പിവെള്ളം തരില്ല. അപ്പോൾ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, കുപ്പിവെള്ളം കുടിക്കാൻ വെള്ളം കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചു. നമ്മൾ ഇന്ത്യക്കാരനാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, കുപ്പിവെള്ളമൊന്നും ഇല്ല, നിങ്ങൾക്ക് വെള്ളം ഉണ്ടല്ലോ അവിടെ എന്ന് പറയും. ഏത് വെള്ളം? നിങ്ങൾ പൈപ്പിലെ വെള്ളം, ആ പൈപ്പിലെ വെള്ളം കുടിക്കാനുള്ളതാണ്. നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പിലെ വെള്ളം കുടിക്കുമോ? കുടിക്കൂല. കാരണം അത്ര മോശമായ രീതിയിലാണ് നമ്മൾ ജലത്തെ കാണുന്നത്. കാരണം അവർക്ക് വെള്ളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. യൂറോപ്പിലെ നദികളിൽ നിന്ന് പോലും നമുക്ക് വെള്ളം കോരി കുടിക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്ന എൻ്റെ മനസ്സിലൊരു സ്വപ്നം, ഇവിടെ വന്നിട്ട് ആളുകൾ ഇതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നൊരു കാഴ്ച. നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അത് ചെയ്യാൻ? ആരാ ഇതിങ്ങനെ ആക്കി കളഞ്ഞത്? ഞാൻ പറയുന്നത് അവിടെയെല്ലാമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഒരഴുക്ക് പോലും, ഒരു ഇല പോലും വീഴാത്തൊരു ചിറ, ആ ചിറയുടെ മുമ്പിൽ നിറച്ചിങ്ങനെ ആമ്പൽപ്പൂക്കളെല്ലാം വന്ന് നിന്ന് ഇതിൻ്റെ ചുറ്റും ഒരു മനോഹരമായ നടപ്പാതയും, കാശ്മീരിലെ ദാൽ തടാകത്തെ പോലെ അതിൻ്റെ മുമ്പിൽ നടുക്കൊരു വലിയൊരു ഫൗണ്ടനും, ഇവിടെ നിന്ന് ഒരു 2 ലൈറ്റും ഇട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല വർണ്ണ മനോഹരമായൊരു ജലധാര. കാലത്ത് വൈകുന്നേരം ധാരാളം ആളുകൾക്ക് വരാം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ വരും. ഈ പ്രദേശം നന്നായിട്ട് എന്താ പറയുക, ഉണർന്ന് ഒരു എന്താ പറയുക, വളരെ ഒരു എനർജി തരുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറി. ഇത് ഒന്നുമില്ലെങ്കിൽ തന്നെ ഇതൊരു വലിയൊരു എനർജി തരുന്ന സ്ഥലമാണ്. പക്ഷേ അത് സംരക്ഷിക്കപ്പെടുമ്പോഴും അത് മനുഷ്യനെ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുമ്പോഴും മാത്രമാണ് ഇതിന് കുറച്ചും കൂടി മൂല്യം കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ വഴിയിലൊരു വളരെ കൗതുകമുള്ളൊരു കണ്ട്, കാരണം ഇവിടുന്ന് അവിടെ ഒരു വേസ്റ്റ് ഒന്നും റോട്ടിൽ കിടക്കണില്ല. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. കാരണം ആ ഒരു വൃത്തിയുടെ ഒരു കൾച്ചർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ വ്യാപാരികളെയൊക്കെ സംബന്ധിച്ച് ഇതൊന്നും അവർ പോകുമ്പോൾ അവരുടെ വേസ്റ്റ് ഒന്നും ഇവിടെ ഒരിക്കലും വീഴില്ല എന്നുള്ളൊരു തീരുമാനം ഇവിടുത്തെ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഈ ചിറ വളരെ മനോഹരമായിട്ട് നിലനിൽക്കും. ഇതെല്ലാം ഒരു വായനശാലയിൽ നിന്ന് ഉണ്ടായ, അല്ലെങ്കിൽ ഒരു അറിവിൽ നിന്നുണ്ടായ, നമ്മൾ കണ്ട ലോകത്തു നിന്നുണ്ടായ, നമ്മൾ ഇടപഴകിയ ആളുകളിൽ നിന്നുണ്ടായ, അതിൽ നിന്നുണ്ടായ ഒരു സംസ്കാരമാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. പുസ്തകം മനുഷ്യരിൽ എങ്ങനെ മാറ്റം വരുത്തി എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചെറിയ പ്രഭാഷണം നിർത്താം. അതായത് ഇസ്രായേലിൽ വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ 94 2004 തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് ഒരു സയൻസിൻ്റെ പ്രോഗ്രാമിന്. ആദാ ഇ യോനത്ത് എന്നാണ് അവരുടെ പേര്. ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ 94 വയസ്സോ 95 വയസ്സോ ആയി അവർക്ക്. നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഒരു ദുരനുഭവം ഉണ്ടായി അവർക്ക്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സൈക്കിളിനോട് ഭയങ്കര കമ്പായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ കുട്ടി ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, ഒരു പെൺകുട്ടിയാണ്, ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആ സൈക്കിൾ ഒരു കല്ലിൽ തട്ടി മറിഞ്ഞു വീണ് ആ കുട്ടിയുടെ കാലൊടിഞ്ഞു പോയി. അവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല, സ്കൂളിലേക്ക് കുറേ നാൾ പോകാൻ പറ്റിയില്ല. ആ കുട്ടി ആകെ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനിടയായി. ആ പുസ്തകങ്ങൾ വായിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, എത്രയോ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം. അവരുടെ സാഹിത്യത്തിലുള്ള കമ്പങ്ങളെല്ലാം മാറിയിട്ട് അവരുടെ ചിന്തകൾ മുഴുവൻ ശാസ്ത്രത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഈ നമ്മുടെ അരിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രാസപദാർത്ഥത്തെക്കുറിച്ച് അവർ ഗവേഷണം നടത്തുകയും ലോകത്തെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞയാവുകയും ഭക്ഷ്യമേഖലയിൽ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് പിൽക്കാലത്ത് നിദാനമാവുകയും ചെയ്ത വലിയൊരു കണ്ടുപിടുത്തം അവർ നടത്തി. അതിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ വിചാരിക്കും, ഇന്ന് വീണ് കാലൊടിഞ്ഞു, അതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ പോയി, എനിക്ക് 2 കണ്ണുകളും ഇല്ല, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എൻ്റെ വീട്ടിൽ മുഴുവൻ കഷ്ടപ്പാടാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, നമ്മളെ ആത്മഹത്യ ചെയ്താലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ നെഗറ്റീവായ ചിന്തകൾ ഇത് മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഒരു പുസ്തകം നിങ്ങളെ ഒരു നെഗറ്റീവായ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെയുള്ള വളർച്ചയെ കീഴോട്ട് വലിക്കുന്ന ഒരു ചിന്തകൾ ഒരിക്കലും ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പുസ്തകങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. അവർ നിങ്ങളെ വളരെ പ്രകാശമാനമായ, വളരെ ഉജ്ജ്വലമായ, വളരെ ഊർജം നൽകുന്ന ഒരു വഴിയിലേക്ക് നിങ്ങളെ മെല്ലെ കൈ പിടിച്ച് കൊണ്ടുപോകും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിൽ ഏത് വിഷയത്തിനുമുള്ള പുസ്തകം ഏത് വായനശാലയിലും ഉണ്ടാവും. യാത്ര ചെയ്യാൻ പൈസയും സാഹചര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഞാൻ പുസ്തകങ്ങൾ വായിച്ചാണ് എൻ്റെ മനസ്സുകൊണ്ട് യാത്ര ചെയ്തിരുന്നത്. കാശ്മീരിലെ ദാൽ തടാകത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കൊതിയോടെ വായിക്കുമായിരുന്നു. അല്ലെങ്കിൽ ദുബായിലെ തെരുവുകളെക്കുറിച്ചൊക്കെ നമ്മൾ പല പുസ്തകങ്ങളിലൊക്കെ അന്ന് വായിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ആഗ്രഹിക്കും എന്തെങ്കിലും ഒരിക്കൽ ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ,
എന്ന് ആഗ്രഹിക്കും. പക്ഷെ പിൽക്കാലത്ത് ഞാനിപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ മനോഹരമായ സമ്മതൊക്കെ എൻ്റെ വായനക്കാരനാണ്. അപ്പോൾ ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് എഴുതും. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എന്തിനാണ് ഇതൊക്കെ എഴുതി എൻ്റെ സമയവും ഊർജ്ജവും കളയുന്നത്? കാരണം ഫേസ്ബുക്കിൽ എഴുതുന്നതിന് 10 പൈസയുടെ വരുമാനമില്ലാത്ത. പക്ഷെ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നീ ഒരു കാലത്ത് ഈ യാത്രകളെക്കുറിച്ചൊക്കെ വായിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണ്. നിനക്ക് ചുറ്റും ഇപ്പോഴും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് വായിക്കണ്ടേ? അപ്പം ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ എഴുതാൻ പ്രചോദനം ഉണ്ടായത്. എഴുത്തിൽ ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ 1-2 ചെറിയ അനുഭവങ്ങളും കൂടി പറയാം. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഒരിക്കൽ എഴുതി കഴിഞ്ഞപ്പോൾ സൗദിയിലുള്ള ആശുപത്രിയിൽ നിന്ന് എന്നും അതിനകത്ത് കമൻ്റ് ഇടുന്ന ഒരാളുണ്ടായിരുന്നു. ഇത് എവിടുത്തുകാരനാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഓരോ കമൻറ്റ് നല്ലതാണ് അതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായിരിക്കും ഇദ്ദേഹത്തോട് എന്നോട് ഇത്ര വലിയ ഒരു താല്പര്യം? അപ്പം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന് ഞാനൊരു മെസ്സേജ് ഇട്ടു. നിങ്ങൾ എന്തുകൊണ്ടാണ് എത്രയോ വർഷമായി ഞാൻ എഴുതുന്നതിനെല്ലാം കമൻറ്റിൽ ലൈക്ക് കൊടുക്കുന്നത്? എന്താണ് എന്നോട് ഇത്ര വലിയൊരു ഇഷ്ടം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ആ ആശുപത്രിയുടെ ഡയറക്ടറാണ് അദ്ദേഹം എനിക്കിട്ടൊരു മെസ്സേജ് ഉണ്ട്, എനിക്ക് സാറിൻ്റെ നമ്പർ തരുമെന്ന് ആണ് അടുത്ത അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നത്. ഞാൻ എൻ്റെ നമ്പർ കൊടുത്ത് അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു എന്നോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ 6ാം ക്ലാസ്സിൽ എൻ്റെ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മ എനിക്കൊരു കഥ വായിച്ചു തരുന്നു, ഒരു ആനയുടെ കഥ. ആ കഥയുടെ പേര് ബിംബു എന്നാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഒരു എഴുത്തുകാരനും ഒരു സാഹിത്യകാരനുള്ളത് വേണു വാര്യത്ത് എന്നുള്ള പേരാ. ഇന്ന് എനിക്ക് ഇത്രയെല്ലാം പ്രായമായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന എൻ്റെ ആശുപത്രി കിടക്കയിൽ എനിക്ക് സന്തോഷം പകർന്നു തന്ന ആനക്കുട്ടിയുടെ കഥ ഞാനിന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് സാറിന് ഒരു കാലത്ത് ഞാൻ മറക്കൂല. ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് ജ്ഞാനപീഠ അല്ല, ഇങ്ങനെ കിട്ടുന്ന കൊച്ചു അവാർഡുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദിച്ച് ജീവിക്കുന്നതും. എൻ്റെ ഇപ്പം 42ഓളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെയൊക്കെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന കാത്തു എന്നൊക്കെ പറയുന്ന TV സീരിയൽ, അനിമേഷൻ, കുട്ടിക്കുറുമ്പ് എന്നുള്ള TV സീരിയൽ, പെരിയാറിനെ കുറിച്ച് ആദ്യത്തെ ഡോക്യുമെൻ്ററി മരിക്കുന്ന പെരിയാർ. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്ത ഒരുപാട് വർക്കുകളാണ്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, കാലത്തിൻ്റെ ഓളപ്പാളികളിൽ എവിടെയോ ഒഴുകി നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം 3.25 കോടി ആളുകൾ ആ പാട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ആനന്ദം കിട്ടുന്ന ഇതൊക്കെയാണ്. പക്ഷേ ഒരു എഴുത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്കാണ്. കാരണം അതിന് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം, പലപ്പോഴും നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികൾ, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എഴുതണമെന്ന് വന്നുമ്പോൾ നമ്മൾ ഒരുപാട് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് പാടത്ത് കിളയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊരു എഴുത്തുകാരനുണ്ടോയെന്ന്. അതിനേക്കാളൊക്കെ ഒരുപാട് തീവ്രവും തീക്ഷ്ണവും വേദനാജനവുമാണ് ഒരു എഴുത്തുകാരൻ്റെ മനസ്സ്. അത് പലപ്പോഴും അറിയില്ല. ആ ഒരു ലോകത്തേക്കൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലണം. വായനശാലയിലെ പുസ്തകങ്ങളെല്ലാം യാത്രാവിവരണങ്ങളും ശാസ്ത്രലേഖനങ്ങളും എല്ലാം നിങ്ങൾ വായിക്കണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം എല്ലാ ഗ്രഹങ്ങളിലെയും ചർച്ചകൾ വൈകുന്നേരം എപ്പോഴും 1/2 മണിക്കൂർ ഒരു പുസ്തകത്തെക്കുറിച്ചാവണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനത് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വായനാ സംസ്കാരം ഉണ്ടാകാൻ ഈ ഗ്രന്ഥശാലാ ദിനം നമ്മളുടെ മനസ്സിൽ ഒരു പുതുവിത്തുകൾ പാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.